രണ്ടാമത്തെ പ്രയോഗം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് എന്താ? മിഫ്താഹുശ്ശർറ് എന്നാണ്. കള്ളിനെ കുറിച്ച്, ലഹരിയെ കുറിച്ച് പറഞ്ഞത് അത് സർവ്വതിന്മകളുടെയും താക്കോലുകളാണ്. സർവ്വതിന്മകളുടെയും താക്കോലുകളാണ്. ഏത് വൃത്തികേടുകൾ, തട്ടിക്കൊണ്ടുപോകലുകൾ പോരാ, ബലാത്സംഗങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ ഒക്കെ പരിശോധിച്ചോളൂ നിങ്ങൾ. അവിടെയൊക്കെ കടന്നു വരുന്നു എന്ത്? ഈ ലഹരിയുടെ പങ്ക് കടന്നു വരുന്നു. അതുകൊണ്ട് സർവ്വതിന്മകളുടെയും താക്കോലാണ് ലഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അരുത് എന്ന് പറഞ്ഞു. അത് DJ പാർട്ടിയിൽ ഉപയോഗിക്കുന്നു. വിദേശ വാർത്ത വന്നില്ലേ? ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരുമൊത്ത് പ്രിയപ്പെട്ടവരെ വീട്ടിൽ നടന്ന കോപ്രായങ്ങളെ വലിയ വാർത്തയാക്കി. എന്തായിരുന്നു ആ വാർത്ത? നല്ല ചെറുപ്പക്കാരനായ ഒരു മോന്റെ കയ്യിൽ അമ്മ തന്റെ കയ്യിൽ ഈ കുഞ്ഞിന്റെ കയ്യിലുള്ള മൊബൈലിൽ വൃത്തികേട് കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ മകനെ നൊന്ത് പ്രസവിച്ച് അവനെ ഈ കൗമാരക്കാരനായി വളർത്തിക്കൊണ്ടുവരാൻ ത്യാഗപരിശ്രമങ്ങൾ നടത്തിയ ആ അമ്മ അവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ അങ്ങ് പിടിച്ചു വാങ്ങിയതിന് എന്താ അവൻ ചെയ്തതെന്നറിയുമോ? ആ അമ്മയുടെ നെറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടി ഈ അമ്മ വിചാരിച്ചു തമാശ കാണിക്കുകയാണ് എന്ന്. ഇല്ല, വലിച്ചു. അതേ, എന്നിട്ട് അമ്മയുടെ നെറ്റിത്തടത്തിലേക്ക് നൊന്ത് പ്രസവിച്ച് ആ കുഞ്ഞുമോൻ തന്റെ മടിയിൽ കിടന്നപ്പോ, തൊട്ടിലിൽ കിടന്നപ്പോ, കട്ടിലിൽ കിടന്നപ്പോ ഉമ്മ വെച്ച നെറ്റിത്തടത്തിലേക്ക് യാതൊരു പ്രയാസവുമില്ലാതെ അമ്മയുടെ നെറ്റിത്തടത്തിലേക്ക് വെടിയുതിർത്ത് അമ്മയെ കൊന്ന് ആ കട്ടിലിന്റെ ചുവട്ടിലേക്ക് അമ്മയെ നീക്കിക്കിടത്തി കർട്ടനങ്ങ് തൂക്കിയിട്ട് തന്റെ കൂട്ടുകാരെ വിളിച്ച് നന്നായി ലഹരി ഉപയോഗിച്ച് DJ പാർട്ടി നടത്തി. 1 അല്ല 2 അല്ല 3 ദിവസം. അയൽവാസികൾക്ക് സംശയമായി, അമ്മയെ കാണുന്നില്ല. ചില ദുർഗന്ധങ്ങളൊക്കെ വിട്ടുന്ന് വരാൻ തുടങ്ങി. അയൽവാസികൾ ഇടപെട്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്നു. ഇവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. 3 ദിവസം മുമ്പ് നൊന്ത് പ്രസവിച്ച അമ്മയെ വെടിയുതിർത്ത് കൊന്ന് കട്ടിലിന്റെ ചുവട്ടിലേക്ക് മാറ്റിക്കിടത്തിയ ഈ മോന്റെ വാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നോ? അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മിഫ്താഹുശ്ശർറാണ്. ഇത് സർവ്വ തിന്മകളുടെയും താക്കോലാണ്. ഉമ്മുൽ ഖബായിസ്, സർവ്വ മ്ലേച്ഛതകളുടെയും മാതാവാണ് ഈ ലഹരി എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ആളുകൾക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നത് എന്ന് ആശ്ചര്യഭരിതമായി ഞാൻ ചിന്തിച്ചു പോവുകയാണ്.